ബീഫിൻ്റെ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ മലയാളികൾക്ക് കപ്പയും ബീഫും അതുപോലെ പൊറോട്ടയും ബീഫ് റോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട. അപ്പം നല്ലൊരു ബീഫ് റോസ്റ്റാണ് ഞങ്ങൾ തയ്യാറാക്കുന്നത്. ചെറിയ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി, വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ മറ്റു മസാലകളൊന്നും ചേർക്കാത്തതുകൊണ്ട് ഇത് കേടാവുകയില്ല. അപ്പോൾ നമുക്ക് 1-2 ദിവസങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട് ഏറ്റവും നല്ല. അപ്പം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞങ്ങൾ 1 കിലോ ബീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ അതിന് വേണ്ട കുറച്ച് സാധനങ്ങൾ, കുറച്ച് ഒരു ബൗള് ചെറിയുള്ളി ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വറ്റൽമുളക്, പിന്നെ കുരുമുളക്, പിന്നെ കറിവേപ്പില, ഉപ്പ്, ഇതൊക്കെ മതി. ഇത്രയൊക്കെ മതി. നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞങ്ങളൊരു പാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൊട്ടിട്ടുണ്ടല്ലേ. ഒരു ബൗൾ ചെറിയുള്ളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ്. നമുക്ക് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വറ്റൽമുളക് ഒരു 25 നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇവിടെ ഞങ്ങൾ ഒരു 25 എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്. നമുക്ക് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി എരിവ് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇതുപോലെ ചതച്ചിട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ മുളകിൻ്റെ ആ കുത്തിലും പച്ചച്ചോവയൊക്കെ മാറുന്നോളം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പിട്ട് കൊടുക്കാം. ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ബീഫിന് ഏറ്റവും നല്ല കുരുമുളകാണല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ എരിവിനൊക്കെ അനുസരിച്ച് നമ്മൾ കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കുരുമുളകിന് നല്ലൊരു മണമൊക്കെ ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഞങ്ങളിവിടെ കുക്കറിൽ ഒരു 5 വിസിൽ അടുപ്പിച്ച് വേവിച്ച് വെച്ചതാണ് ബീഫ്. ആ ബീഫിലേക്ക് നമ്മൾ 1 കിലോ ബീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ കുറച്ച് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കറിവേപ്പില, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് തിരുമ്മിയിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്താണ്. നമുക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഇനി നമ്മൾ ബീഫ് വേവിച്ചില്ലെങ്കിൽ ഈ സമയത്ത് നമുക്ക് ബീഫും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. എളുപ്പത്തിന് വേണ്ടിയാണ് ഞങ്ങൾ കുക്കറിൽ അത് ആദ്യം വേവിച്ചെടുത്തത്. നമുക്ക് ബീഫ് വെള്ളം ഒന്നും ചേർക്കാതെയാണ് വേവിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ആ വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ഉണ്ടെന്നൊക്കെ തോന്നുന്ന കേട്ടോ. അത് ബീഫിലെ വെള്ളം തന്നെ നമ്മൾ കുക്കറി വേവിച്ച സമയത്ത് ബീഫിന് വെള്ളം ഇറങ്ങിയതാണ്. ബീഫിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചത് റോസ്റ്റാക്കി നമുക്ക് എടുക്കാം. സൂപ്പർ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരയ്ക്കണ്ട, പൊടിക്കണ്ട, വളരെ എളുപ്പത്തിൽ കുക്കറി വേവിച്ചെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് റോസ്റ്റാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക അല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു 1/2 മുറി നാരങ്ങാനീരും കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് സെർവ് ബോളിലേക്ക് സെർവ് ചെയ്യാം. നല്ല സോഫ്റ്റ് അല്ലേ നാരങ്ങാനീരൊക്കെ ഇട്ടല്ലേ. മിക്സ് ചെയ്ത് സെർവ് ബോളിലേക്ക് മാറ്റാം. കുരുമുളകിന്റെ നല്ല മണം വരുന്നില്ലേ. നല്ല അടിപൊളി കപ്പയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ. ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കപ്പയ്ക്കും പൊറോട്ടയ്ക്കും ഒക്കെ കൂട്ടാൻ നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കറിൽ വേവിച്ചെടുക്കുന്ന സമയം മാത്രം മതി. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഞങ്ങളെ കമൻറ്റുകൾ അറിയിക്കണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക.
നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.